നമുക്ക് ഇന്നലെ ഇങ്ങോട്ടേക്ക് അയച്ചു കിട്ടി. നമ്മളതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് ഇപ്പോൾ നിലവിൽ അതിൽ ഒന്നാം പ്രതിയായിട്ട് സംഭവത്തിനകത്തെ കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീനെ ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയൊരു കാര്യമാണ്. അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കെ അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനമായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ 105 BNS, അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ പെരുമ്പാവൂർക്ക് കൊണ്ടുപോവുകയും മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ചെയ്തത്. ഇതിൽ സഹായം ചെയ്തിട്ടുള്ള മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം ഇന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതലായിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിലേതെങ്കിലും ഇതിൽ സപ്പോർട്ട് ആർക്കെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അന്വേഷണം കൃത്യമായിട്ട് പോകും. നമുക്കത് ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയില്ല. പ്രതിയുടെ മൊഴി പ്രകാരം മനസ്സിലാവുന്നത് ആദ്യത്തെ 2 പ്രസവങ്ങൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലും അതിനെ തുടർന്നുള്ള ഇതടക്കം 3 വീട്ടിലും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അയാൾ അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത്. അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് മുന്നത്തെ 2 ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3ാമത്തേതും ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. ഈ പിന്നെ ഈ മരിച്ച സ്ത്രീയുടെയൊക്കെ ആശുപത്രി പോകുന്ന മറ്റുള്ളതായിരുന്നു, അവരൊരു നിലപാടൊക്കെ എന്തായിരുന്നു? അത് നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കുട്ടി, അതായത് മരണപ്പെട്ട ലേഡി, അവരുടെ ഫാമിലിയുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരിതിന് സപ്പോർട്ടിങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഹസ്ബൻഡിൻ്റെ പ്രേരണ ഇതിനകത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരില്ലാത്തതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവരുടെ ഫാമിലി, ഫ്രണ്ട് സർക്കിൾ, ഇവരെല്ലാവരും മൊഴികൾ വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഒബ്ജക്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. പ്രതിയുടെ പേരിൽ മുൻപും മറ്റെന്തെങ്കിലും കേസുകളുണ്ടോ? ഇല്ല, ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരേക്കും. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ വ്യക്തി മലപ്പുറം സ്വദേശിയല്ല, ആലപ്പുഴ സ്വദേശിയാണ്. ഇതിന് മുന്നേ ഉള്ള 2 പ്രസവങ്ങൾ നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. ആലപ്പുഴയിൽ, എറണാകുളം ജില്ലയിലൊക്കെ ആയിട്ടാണ്. പിന്നെ ഉള്ളത് വളാഞ്ചേരി, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കുറച്ച് നാൾ താമസിക്കുന്നു. അവിടെ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ വരുമാനം എല്ലാം ഒരു യൂട്യൂബ് ചാനലും മതപ്രഭാഷണവും അങ്ങനത്തെ. അപ്പം ആ ഒരു ആംഗിളിൽ ഇവിടെ അതിനുള്ള സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമായിരുന്നു. പ്രസവ സമയത്ത് മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു സഹായം? നമ്മൾ സംശയിക്കപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട്. അപ്പോൾ അതിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള സൂചനകൾ നമുക്കുണ്ട്. അപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്ത്, ഇപ്പം ഇറ്റ്സ് ടു ഏർലി ടു ഗിവ് എ കമന്റ് ഓൺ ദാറ്റ്, ബിക്കോസ് നമുക്കതിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള അതിനുള്ള അന്വേഷണം ഉണ്ടാവും. അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ അതിലേക്ക്. ആംബുലൻസ് ഡ്രൈവർ പറയുണ്ടായി, കൊണ്ടുപോയി ആംബുലൻസ് ഡ്രൈവറിനെ പറയുണ്ടായി അത് തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരുന്നു, ഒരു വയോധിക മരിച്ചതാണെന്നെല്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ അന്വേഷണ പരിധിയിൽ കൃത്യമായിട്ട് അത് കവർ ചെയ്യും. അത്തരത്തിലുള്ളവർക്കെല്ലാം എഗൻസ്റ്റുള്ള നടപടികളാണ് ലീഗൽ പ്രൊസീജിയർ. പ്രസവം നടക്കുന്ന എപ്പോഴാണ്, ഇതിൽ മരിക്കുന്ന എപ്പോഴാണ്, ഈ ബോഡി കൊണ്ടുപോകുന്നതൊക്കെയാണ്? 5-ാം തീയതി മൊഴികൾ പ്രകാരം 5-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ്, 6 മണിയോ മറ്റോണ സമയം പറയുന്നത്. ആ സമയത്തായിട്ടാണെന്നാണ് ഈ പ്രതിയുടെ കുറ്റസമ്മതത്തിലുള്ളത്. അതിനെ തുടർന്ന് രാത്രിയോടുകൂടി മരണം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഏർലി മോർണിംഗ് ആണ്